കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിന് വെളിയിലുള്ളവരെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ദാരുണമായ സംഭവമായിരുന്നു തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ ഒരു പാവപ്പെട്ട തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. സത്യത്തിൽ ഇത് മനഃപൂർവമായ ഒരു നരഹത്യയായി പരിഗണിക്കേണ്ടതാണ്. അങ്ങേയറ്റത്തെ ഗുരുതരമായ കൃത്യവിലോപവും മിസ്മാനേജ്മെൻറ്റുമാണ് ഇതിന് കാരണം. തിരുവനന്തപുരം നഗരസഭ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെ കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിയായി അനുവദിച്ച ഒരു നഗരമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും നഗരസഭയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അമൃത നഗരം പദ്ധതിയിലും തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വെള്ളക്കെട്ടുകളുടെ നിർമ്മാർജ്ജനത്തിന് അവിടെ ശരിയായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് നഗരസഭയ്ക്കുണ്ടായിരിക്കുന്നത്. ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ഇത് റെയിൽവേയുടെ സ്ഥലത്താണ്, റെയിൽവേയാണ് ഇതിനെല്ലാം ചെയ്യേണ്ടിയിരുന്നത്, നഗരസഭയ്ക്ക് ഇതിനൊരു ഉത്തരവാദിത്വമില്ല എന്നാണ്. കഴിഞ്ഞ 60 മണിക്കൂറും അവർ തെരഞ്ഞത് മുഴുവൻ റെയിൽവേയുടെ സ്ഥലത്താണ്. പക്ഷേ അവസാനം മൃതദേഹം ലഭിച്ചത് 1 കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ സ്ഥലത്തല്ലാതെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള സ്ഥലത്താണ്. വളരെ ലാഘവത്തോടു കൂടി ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ റെയിൽവേയുടെ തലയിൽ എല്ലാ കാര്യങ്ങളും കെട്ടിവെച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും വെള്ളക്കെട്ടിൻ്റെ പരിഹാരത്തിൻ്റെയും കാര്യത്തിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മഴ തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് 2.5 മാസം കഴിഞ്ഞു. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു ജോലിയും നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് അവിടെ നടന്നിട്ടില്ല. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 2023-24 കാലയളവിൽ വെള്ളക്കെട്ടുകളുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ 8.08 കോടി രൂപ നീക്കിവെച്ചതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 23-24 കാലയളവിൽ 8.08 കോടി രൂപ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനും അനുബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് 2.62 കോടി രൂപ മാത്രമാണ്. 6 കോടിയിലധികം രൂപ ചെലവഴിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രവൃത്തിയും നടന്നില്ല. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അവിടെ നാം അനുഭവിച്ചിട്ടുള്ളത്. നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവൻ വെടിഞ്ഞത്. ഇത് മനഃപൂർവമായ നരഹത്യ തന്നെയാണ്. മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുത്ത്, മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു. സ്വന്തം ഉത്തരവാദിത്തം മറച്ചുവെച്ച് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. നഗരസഭയുടെ ഭരണസമിതി ശ്രമിച്ചത്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അത്തരത്തിലുള്ള പ്രചാരവേലയാണ് തിരുവനന്തപുരത്ത് നടത്തിയത്. തിരച്ചിലിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ ഈ കാര്യം സൂചിപ്പിക്കാതിരുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ സ്മാർട്ട് സിറ്റിയുടെ പണം, എല്ലാ കാര്യങ്ങളും നടന്നിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി 1 ഇഞ്ച് പോലും ഫയലുകൾ നീങ്ങിയിട്ടില്ല. അമൃത നഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്.
ഒരു തരത്തിലുള്ള പുരോഗതിയും ഈ രണ്ട് കാര്യങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലില്ല. നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഇത്തവണ ഗുരുതരമായ കുറ്റമാണ്, കൃത്യവിലോപമാണ് നടന്നത്. ഒരു സ്ഥലത്തും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ റോഡുകളും പൊളിച്ചിട്ടതിൻ്റെ പേരിൽ അവിടെ ഒരു മഴ പെയ്താൽ പോലും റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയാണ്. തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ പോലും അവിടെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം മുഴുവൻ വെള്ളക്കെട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടി. KSRTC സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്തായതുകൊണ്ട് KSRTCയിൽ വരുന്ന യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗത്തും പോകാൻ സാധിക്കുന്നില്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ പോയാൽ ജീവനം കൊണ്ട് തിരിച്ചു വരുമോ എന്നുള്ള പേടിയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വണ്ടി എടുക്കുന്നത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ ഒരു നഗരത്തിലും. അതീവ ഗുരുതരമാണ്. തിരുവനന്തപുരത്തെ ആൾക്കാരുടെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നഗരസഭയ്ക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇതിനൊന്നുമില്ല. അവർ വേറെ പല ഈവൻറ്റ് മാനേജ്മെൻറ്റ് പരിപാടികളും സംഘടിപ്പിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കിട്ടാവുന്നതൊക്കെ വലിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ആ നഗരസഭയ്ക്കുള്ളൂ. അങ്ങേയറ്റം കഴിവുകെട്ട ഒരു നഗരസഭാ ഭരണകൂടമാണ്. ധിക്കാരവും അഹങ്കാരവും മാത്രമാണ് മേയർക്ക് കൈമുതലായിട്ടുള്ളത്. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അവിടെ പരിഹരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ കാര്യം. ഒരു പാവപ്പെട്ട തൊഴിലാളി, നിയമപരമായിട്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഉത്തരവ് തന്നെ നേരത്തെ ഉണ്ട്. 10 ലക്ഷം രൂപ ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു. 1 കോടി രൂപയെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇതൊരു മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. 1 കോടി രൂപയെങ്കിലും ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണം. റെയിൽവേക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരും ആ കാര്യം നിർവഹിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സഫായി കർമ്മചാരി കമ്മീഷൻ, അത് അവരുടെ ചെയർമാനുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. ആ നിലയ്ക്കുള്ള സഹായങ്ങൾ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇത് ശുചീകരണ തൊഴിലാളി ആയതുകൊണ്ട്. കാരണം ഇത് കേരളത്തിൻ്റെ ആകെ ഒരു പ്രശ്നമാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽപ്പെട്ടതിന് മാതൃകാപരമായിട്ട് അദ്ദേഹത്തിന് കോമ്പൻസേഷൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കണം. മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് 1 കോടി രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഒരു നീതി നമ്മൾ കേരളം പുലർത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കേണ്ടതാണ്. ഇത് ഉണ്ടാക്കി വെച്ച വിനയാണ്. നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ചെന്ന് നോക്കുന്ന എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കി വെച്ച ദുരന്തമാണ്. ഇത്തവണ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ പല നഗരസഭകളിലും ഒരിടപെടൽ നടന്നിട്ടില്ല. പകർച്ചവ്യാധികൾ പടരുകയാണ്. നോക്കൂ, തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ കോളറ പടർന്നു പിടിക്കുന്നു. എത്ര വർഷം മുമ്പ് നാം കോളറ നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കോളറ പടർന്നു പിടിക്കുകയാണ്. മാരകമായ പകർച്ചപ്പനികൾ, എലി പരത്തുന്നതും കൊതുക് പരത്തുന്നതുമായ മാരകമായ പകർച്ചവ്യാധികൾ കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ്. ആരോഗ്യമന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ആരോഗ്യമേഖല കുത്തഴിഞ്ഞിരിക്കുക. പല ആശുപത്രികളിലും മരുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിൽ 2 ദിവസം ഒരു രോഗി കുടുങ്ങിക്കിടന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എവിടെയാണ് ഇവിടെ സംവിധാനങ്ങളുള്ളത്? കേരളത്തിലെ ആശുപത്രികളുടെ അവസ്ഥയാണിത്. മതിയായ രീതിയിലുള്ള സൗകര്യങ്ങളില്ല. ആവശ്യത്തിന് നഴ്സുമാരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. 300ഉം 400ഉം പേര് കിടക്കുന്ന വാർഡുകളിൽ കട്ടിലിലും നിലത്തുമായി കിടക്കുന്ന സ്ഥലത്ത് ഒരു നഴ്സാണ് 12 മണിക്കൂർ ഇതെല്ലാം നിന്നിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്. ആവശ്യത്തിന് നഴ്സുമാരില്ല. ഇപ്പോഴും ഡോക്ടർമാരിൽ 40% പ്രൈവറ്റ് പ്രാക്ടീസാണ് ലീവ് എടുത്തിട്ട്. ഈ മന്ത്രി അധികാരത്തിൽ വന്ന ആദ്യ ദിവസം പറഞ്ഞതാണ് സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് അവസാനിപ്പിക്കുമെന്ന്. അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകളും വ്യാപകമായ രീതിയിലുള്ള കൃത്യവിലോപവുമാണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്നത്. ഒന്നിനും പരിഹാരമില്ല. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഈ മഴക്കാലത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും.
റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ തിരുവനന്തപുരത്ത് ഈ പ്രശ്നങ്ങളുള്ളത്. ബാക്കിയെല്ലാം പരിഹരിച്ചിട്ട് റെയിൽവേയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു തരാം. പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ റെയിൽവേയായി ബന്ധപ്പെടാത്ത എത്ര സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ട്, എത്ര സ്ഥലങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. ഈ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും വെള്ളക്കെട്ടുകളുടെ പരിഹാരത്തിനും എല്ലാം റെയിൽവേയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? റെയിൽവേയുടെ അപാകത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കെന്തായാലും റെയിൽവേയുടെ വക്കാലത്തില്ല. ഞാൻ പറയുന്നത് അത് ചൂണ്ടിക്കാണിക്കാൻ നേരത്തെ എന്തുകൊണ്ട് തയ്യാറായില്ല? ഈ 8.6 കോടി രൂപ 0.6 കോടി രൂപ മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ടാണ് 2.62 കോടി രൂപ മാത്രമായിട്ട് ചെലവഴിച്ചത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ എത്ര യോഗങ്ങൾ നടന്നത്? ഇത് അടിയന്തര പ്രമേയം ഇതിന് നിയമസഭയിൽ 2 സാമാജികന്മാർ, ഇത് BJP ഉയർത്തുന്ന ഒരു ആരോപണമല്ല, 2 നിയമസഭാ സാമാജികന്മാർ ചോദ്യം ചോദിച്ചതിന് അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര അലംഭാവം ഉണ്ടായത്? വളരെ ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു. ഇതൊക്കെ ചെയ്യാനാണ് നഗരസഭയെ ഭരണം ജനങ്ങളെ ഏൽപ്പിക്കുന്നത്. അവിടെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ തടസ്സങ്ങളുണ്ടെങ്കിലും റെയിൽവേയുടെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാനാണ് ഒരു ഭരണസമിതി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിതൊക്കെ കൈമലർത്തുകയാണ്. എല്ലാ പ്രശ്നവും റെയിൽവേ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത്? കേരളത്തിലെ ഏത് ഓടകളും വൃത്തിയാക്കാൻ പോകുന്ന തൊഴിലാളിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓടകൾ നിറഞ്ഞ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിന് ഉത്തരവാദി റെയിൽവേ അല്ലല്ലോ. ഈ നാട്ടിലെ ഓടകളെല്ലാം നിറഞ്ഞ് അവിടെയെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി അത് മുഴുവൻ ഒഴുകി അടുത്ത വീടുകളിലേക്കും നാട്ടിലേക്കും പോകുന്നതിന് ഉത്തരവാദി റെയിൽവേ ആണോ? അതുകൊണ്ട് ഇത് സാധാരണ ഒരു ഡെഡ് ബോഡി കണ്ടാൽ പോലീസുകാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഉന്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് പറയാം അടുത്ത സ്റ്റേഷനിലാണെന്ന്. ആ പണിയെടുക്കാനല്ലല്ലോ നഗരസഭ മേയറെ അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്.